അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സങ്കടകരമായ ദയനീയമായ രണ്ട് വാർത്തകളാണ് ഇന്ന് കേൾക്കാൻ കഴിഞ്ഞത്. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നമ്മളെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ആദ്യം തന്നെ പ്രാർത്ഥിക്കുന്നു. എങ്കിലും ഞാൻ പറയുകയാണ്, ഒരുമിച്ച് ജീവിക്കാൻ കൊതിച്ചവർക്ക് ഒടുവിൽ ഒരുമിച്ച് മരിക്കാനായിരുന്നു വിധി. പുതിയൊരു ജീവിതത്തിൻ്റെ നിറമുള്ള സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയ രണ്ട് ചെറുപ്പക്കാരാണ് ഒരു നിമിഷം കൊണ്ട് ഓർമ്മകളായി മാറിയത്. മനുഷ്യൻ എത്ര നിസ്സാരനാണല്ലേ. നമ്മൾ ആഗ്രഹിച്ച പോലെയും വിചാരിച്ചതുപോലെയും ഒന്നും ആയിരിക്കില്ല. ഒരു പക്ഷേ നമ്മൾ ഇന്ന് ഇട്ട ഡ്രസ്സ് നാളെ ആരായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞാൽ മറ്റൊരാളായിരിക്കും ഊരിയെടുക്കുക എന്ന് വരെ നമ്മൾക്കറിയില്ല. മനുഷ്യൻ്റെ ഗ്യാരണ്ടി അത്രയേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെ തന്നെയാലും ദീർഘായുസ്സും ആഫിയത്തും നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. അതുപോലെ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ. അവരുടെ വിധി അങ്ങനെയായിരുന്നു. ഒന്നിക്കാൻ കൊതിച്ചവർ ഒരുമിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങുകയാണ്. ഒരുമിച്ച് ജീവിക്കാൻ കൊതിച്ചവർക്ക് ഒരുമിച്ച് മരിക്കാൻ ഏതായാലും വിധിയുണ്ടായി. വിവാഹ നിശ്ചയം കഴിഞ്ഞ മലപ്പുറം സ്വദേശി മുഹമ്മദ് ഫായിസ് 25 വയസ്സ്, അതുപോലെ കോഴിക്കോട് സ്വദേശിനി അമ്നത്തും സുൽത്താൻ ബത്തേരിയിലുണ്ടായിരുന്ന ദാരുണമായ വാഹനാപകടത്തിലാണ് ലോകത്തോട് വിട പറഞ്ഞത്. പ്രവാസിയായിരുന്ന ഫായിസ് ദുബായിൽ നിന്നും നാട്ടിലെത്തിയത് ഈ അടുത്താണ്. പ്രവാസ ലോകത്തെ കഷ്ടപ്പാടുകൾക്കൊടുവിൽ തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് ഒപ്പം പുതിയൊരു ജീവിതം തുടങ്ങുവാൻ കൊതിച്ചതായിരിക്കും ആ ഒരു ചെറുപ്പക്കാരൻ. എന്നാൽ അമ്നത്തിൻ്റെ രണ്ടാം വിവാഹമായിരുന്നു ഫായിസുമായി ഉറപ്പിച്ചിരുന്നത്. അമ്നത്തിന് ഹിഷാം ഹാലിം എന്നൊരു മകനുമുണ്ട്. അവൻ്റെ പ്രതീക്ഷകൾക്ക് മേൽക്കൂടിയാണ് വിധി കരിനിഴൽ വീഴ്ത്തിയത്. ആ കുഞ്ഞിൻ്റെയും കുടുംബത്തിൻ്റെയും അവസ്ഥ വല്ലാത്ത ദുഃഖകരമാണ്. മുത്തങ്ങ കല്ലൂരിൽ വെച്ച് ബുധനാഴ്ച ഉച്ചയോടെയാണ് ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ ലോറിയുമായി കൂട്ടിയിടിച്ച് ഈ ദുരന്തം സംഭവിച്ചത്. മനുഷ്യൻ്റെ ആയുസ് എത്ര ചെറുതാണല്ലേ. നാളെക്കുറിച്ച് നമ്മൾ എത്ര വലിയ സ്വപ്നങ്ങൾ കണ്ടാലും പ്രതീക്ഷകളുടെ കോട്ടകൾ കെട്ടിയാലും അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുക എന്ന് ആർക്കും പറയാനാവില്ല. ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായത് രണ്ട് കുടുംബങ്ങളുടെ മുഴുവൻ പ്രതീക്ഷകളുമാണ്. പ്രിയപ്പെട്ട ഫായിസിനും അമ്നത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. എന്നാൽ മറ്റൊരു വാർത്ത കൂടി നമ്മളെ വേദനിപ്പിക്കുന്നതായിട്ട് കണ്ടു. അത് ഈ റമളാൻ മാസത്തിലെ അവസാനത്തെ 10 പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിൽ പുതിയ ജീവിതം തുടങ്ങുവാൻ വന്ന അസീസ്. വളരെയധികം ദാരുണമായ സംഭവമായിരുന്നു നമ്മുടെ അസീസിനും ഉണ്ടായത്. മരണത്തിലും പിരിയാതെ അവർ ഒരുമിച്ച് മടങ്ങി. നിയന്ത്രണം വിട്ടെത്തിയ കാർ ബൈക്കിന് പിന്നിലിടിച്ചു. റോഡിലേക്ക് തെറിച്ചു വീണ ദമ്പതികളുടെ ശരീരത്തിലൂടെ കാർ കയറിയിറങ്ങിയ ദാരുണ അപകടം നാടിനെ നടുക്കി. മലപ്പുറം കാവനൂർ ചെങ്ങരക്കുണ്ടിൽ ബുധനാഴ്ച ഉച്ചയ്ക്കുണ്ടായ വാഹനാപകടത്തിലാണ് എടവണ്ണപ്പാറ സ്വദേശികളായ ദമ്പതികൾ മരിച്ചത്. എടവണ്ണപ്പാറ വട്ടോയൂർ തായ്പുറത്ത് അസീസ് എന്നവരും ഭാര്യ സൗദാബിയുമാണ് മരിച്ചത്. അതിവേഗത്തിലെത്തിയ കാർ ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കിന് പിന്നിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ ഇരുവരെയും നാട്ടുകാർ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ദീർഘകാലം പ്രവാസ ജീവിതം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് അസീസ് നാട്ടിലെത്തിയത്. വിശ്രമ ജീവിതത്തിൻ്റെ ഭാഗമായി നാട്ടിൽ ഒരു ചെറിയ ഹോട്ടൽ ആരംഭിക്കുവാനായിരുന്നു പദ്ധതി. എന്നാൽ ജീവിതത്തിൻ്റെ പുതിയ തുടക്കം തുടങ്ങും മുമ്പ് ഇരുവരെയും മരണം കവർന്നു. അസീസിൻ്റെയും സൗദാബിയുടെയും അപ്രതീക്ഷിത മരണം എടവണ്ണപ്പാറ പ്രദേശത്ത് മുഴുവൻ ആളുകളെയും കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം ഖബറുകൾ വിശാലമാക്കി കൊടുക്കട്ടെ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നമ്മളെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വീട്ടിലെ നമ്മുടെ മക്കളായാലും നമ്മളായാലും നിത്യേന വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ് അല്ലേ. നമ്മുടെ മരണം ഏത് രൂപത്തിലാണ് വരിക നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിലും റബ്ബേ, ഞങ്ങളുടെ മക്കൾ ഞങ്ങളുണ്ടാകുമ്പോൾ ഞങ്ങളുടെ മക്കളെ നീ കൊണ്ടുപോകല്ലേ അല്ലാ. അത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾ പഠിച്ചവനെ ഇതുപോലുള്ള ദാരുണമായ മരണത്തെ തൊട്ട് കാത്തുരക്ഷിക്കണേ റഹ്മാനെ.
അള്ളാഹുവെ എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുക റഹ്മാനെ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെ മാതാപിതാക്കളെയും മക്കളെയും ഞങ്ങളെ കുടുംബങ്ങളെയും എല്ലാവരെയും നീ കാത്ത് രക്ഷിച്ച് അനുഗ്രഹിക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.